പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു, അവൻ നുണയനും നുണയൻ്റെ പിതാവുമാണ്. ഇവിടെ സാത്താനെക്കുറിച്ച് പറയുകയാണ്, അവൻ നുണയനും നുണയൻ്റെ പിതാവുമാണ്. ഇന്നാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, അതുപോലെ തന്നെ പ്രത്യേകിച്ചും സുവിശേഷ മേഖലകളിലെല്ലാം നുണ പറയുന്ന അനേകം വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. നുണ പറയുന്ന വ്യക്തികൾ. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി നുണ പറയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരു വ്യക്തിക്ക് നുണ പറയുവാനായിട്ടുള്ള പ്രേരണ കൊടുക്കത്തില്ല. ഒരു വ്യക്തി നുണ പറയുന്നുണ്ടെങ്കിൽ അവനിൽ കുടികൊള്ളുന്ന നുണയനും നുണയൻ്റെ പിതാവുമായ നുണ പറയുവാൻ പ്രേരിപ്പിക്കുന്ന പൈശാചിക ശക്തി, ദുഷ്ടശക്തിയാണ് ഒരു വ്യക്തിയുടെ നാവിലൂടെ നുണ പറയിപ്പിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ് പലപ്പോഴും മനുഷ്യൻ നുണ പറയുന്നത്? പ്രിയ സഹോദരങ്ങളെ, ഒന്ന് സഹജീവികളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി. കൂട്ടുകാരാകാം, അതല്ല എങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ സമൂഹത്തിലോ ഉള്ള സഹജീവികൾ, മനുഷ്യരായ ഓരോ മനുഷ്യരെയും വഴിതെറ്റിക്കുവാൻ, സഹജീവികളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി മനുഷ്യൻ നുണ പറയുന്നു. അതുപോലെ തന്നെ വഞ്ചിക്കുവാൻ. കൂട്ടായ്മയിലുള്ളവരാകാം, കുടുംബത്തിലുള്ളവരാകാം, ഇടവകക്കാരാകാം, ഇടവകയാകുന്ന കുടുംബത്തിലെ ആകാം, തിരുസഭയിലെ മക്കളാകാം. ഇങ്ങനെ മറ്റ് വ്യക്തികളെ വഞ്ചിക്കുവാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതും ഉള്ളവ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം അവതരിപ്പിക്കുന്നതുമാണ് നുണ. ഒന്ന് സഹജീവികളെ വഴിതെറ്റിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ വഞ്ചിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുക, അതുപോലെ തന്നെ ഉള്ളതാണെങ്കിൽ അത് ഇല്ലാത്ത തരത്തിൽ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് നുണ. നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കണമേ, ഈ നുണ പറയുവാനായിട്ടുള്ള പ്രേരണ നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതല്ല. ഒരു വ്യക്തി നുണ പറയുന്നുണ്ടെങ്കിൽ നുണ പറയുവാൻ പ്രേരിപ്പിക്കുന്നത് ഒരു പൈശാചിക ശക്തിയാണ്. അതൊരു മനുഷ്യൻ്റെ ജഡത്തിൽ കുടികൊള്ളുന്നു. ആ ജഡത്തിലും ഒരു മനുഷ്യൻ്റെ മനസ്സിലും കുടികൊള്ളുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല, ജഡത്തിൽ കുടികൊള്ളുന്നത് ജഡീക ശക്തിയാണ്. ആ ജഡീക ശക്തി, ചില പൈശാചിക ശക്തികൾ ഒരു മനുഷ്യൻ്റെ ജഡത്തിലുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ജഡികമായ ആസക്തികൾക്കും അഭിലാഷങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്നത്. കൂദാശകളിലൂടെ ദൈവം നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലാണ് വസിക്കുന്നത്. അത് ആത്മാവിൽ നിന്ന് മനസ്സിലേക്കും ശരീരത്തിലേക്കുമൊക്കെ വ്യാപരിക്കുമ്പോഴാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജഡത്തിൻ്റേതായിട്ടുള്ള പ്രവണതകളൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്നത്. അപ്പോൾ ജഡത്തിൻ്റെ ഒരു പ്രവണതയുടെ ഭാഗം തന്നെയാണ് നുണ പറയുക എന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനം, 8-ാം അധ്യായം 44-ാം തിരുവചനത്തിൽ അവൻ നുണയനും നുണയൻ്റെ പിതാവും, 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് കള്ളൻ വരുന്നത് കൊല്ലുവാനും മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനുമാണ്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ കള്ളൻ, ദുഷ്ടൻ, ചതിയൻ, വഞ്ചകൻ, നുണയൻ എന്നൊക്കെ പറയുന്നത് സാത്താനെക്കുറിച്ചാണ്. അപ്പോൾ സാത്താൻ വന്നിരിക്കുന്നത് കൊല്ലുക, മോഷ്ടിക്കുക, നശിപ്പിക്കുക. 3 മേഖലകളിലാണ് അവന് ഊന്നൽ കൊടുക്കുന്നത്. ഇത് ഈശോ പറഞ്ഞ കാര്യമാണ്, ഈശോ പഠിപ്പിച്ച കാര്യമാണ്. ഒന്ന് കൊല്ലുക, നാവ് കൊണ്ടാകാം, ബോംബ് വെച്ചാകാം, വെടിവെച്ചാകാം, കഴുത്തറത്താകാം. ഇങ്ങനെ പലതരത്തിലുള്ള കൊലപാതകങ്ങളുണ്ട്. നുണ പറഞ്ഞ് മറ്റുള്ളവരെ കൊല്ലിക്കുന്നവരുണ്ട്. നാവ് കൊണ്ട് പറയുന്ന തേജോവധം, അതും ഒരു കൊലപാതകത്തിൻ്റെ ഭാഗമാണ്.
മറ്റുള്ളവരെ സൽപ്പേര് നശിപ്പിക്കുന്നത് ഒരു കൊലപാതകത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം കൊലപാതകങ്ങളുടെ മേഖലയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് കള്ളൻ വരുന്നത്, സാത്താൻ വരുന്നത് കൊല്ലുക, രണ്ട് മോഷ്ടിക്കുക. മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിയുന്ന അനേകം കൃപകളുണ്ട്, അതിനെ തട്ടിക്കളയുക. അതാണ് മോഷണം. അവനിലെത്തുകയില്ല. ഇപ്പോൾ ഞാൻ ഈ സമൂഹത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക്, എൻ്റെ കൂട്ടായ്മയിലുള്ള വ്യക്തിയുടെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ ഒരു ലീഡർ ആ കൂട്ടായ്മയിലുള്ള ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് ഒരു വ്യക്തിക്ക് ഒരു പേന ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പൂവിട്ട് കൊടുക്കുന്നു. ഇടയ്ക്കിരുന്ന വ്യക്തി അതങ്ങ് തട്ടിക്കളഞ്ഞു. പക്ഷേ പൂവ് ഇവിടുന്ന് ഇട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പൂവ് അവിടെ എത്താൻ സാധിക്കത്തില്ല. കാരണം ഇടയ്ക്കിരിക്കുന്ന വ്യക്തി തട്ടിക്കളയും. ഇതാണ് അവൻ്റെ പറ്റൂ. അതായത് മോഷ്ടിക്കുക, നശിപ്പിക്കുക. നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്നു, ആരോഗ്യത്തെ നശിപ്പിക്കുന്നു, ഭൗതികമായ സമ്പത്ത് നശിപ്പിക്കുന്നു, അവൻ്റെ മാനസികമായ പല മേഖലകളിലും നാശം വരുത്തുന്നു, കുടുംബത്തിൽ നാശം വരുത്തുന്നു, കൂട്ടായ്മയിൽ നാശം വരുത്തുന്നു, സമൂഹത്തിലൊക്കെ നാശം വരുത്തുന്നു. ഇതൊക്കെയാണ് ഈ സാത്താൻ ചെയ്യുന്ന പരിപാടി. കൊല്ലുക, മോഷ്ടിക്കുക, നശിപ്പിക്കുക. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ആ സാത്താൻ്റെയൊക്കെ ഒരു കൊച്ചു ഏറ്റവും ചെറിയൊരു ഉപജാപ സംഘത്തിലെ പല ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമുള്ള സാത്താൻ്റെ ഗ്രൂപ്പിൽ നുണയനും നുണയൻ്റെ പിതാവുമായ സാത്താൻ്റെ നുണ പറയാൻ പ്രേരിപ്പിക്കുന്ന പൈശാചിക ശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ നുണ പറയുവാൻ തുടങ്ങും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന തിരുസഭ മക്കളെ, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണമേ. നമ്മുടെ ജീവിതത്തിൽ ഞാൻ നുണ പറയുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ് എങ്കിൽ ആ സ്വഭാവത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ ഇന്നലകളിൽ നുണ പറഞ്ഞതിൻ്റെ പരിണതഫലമായി പല വ്യക്തികൾക്കും തകർച്ചകളൊക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ നാവിലൂടെ പറഞ്ഞ പലതരത്തിലുള്ള നുണകൾ പല വ്യക്തികളെയും നാശത്തിലേക്ക് അയച്ചിട്ടുണ്ട്. പല വ്യക്തികൾക്കും മനസ്സിന് മുറിവുകളേറ്റിട്ടുണ്ട്. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ നുണ എന്ന പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളിൽ കുടികൊള്ളുന്ന നുണ പറയുന്ന സ്വഭാവത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിമോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.